ഹായ് എവരിവൺ. ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ ടൈപ്സ് ഇൻ സി ഷാർപ്പ്. ഫണ്ടമെന്റൽ ടൈപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ടൈപ്സ് ഇൻ സി ഷാർപ്പ് ആണ്. ഓക്കെ, ഡാറ്റ ടൈപ്സ്. വാട്ട് ഈസ് ഡേറ്റ? ഡേറ്റ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ ഇപ്പോൾ ഒരു വേരിയബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേരിയബിൾ ഉപയോഗിക്കുന്നത്. ആ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റഡ് ഉള്ള ഒരു ഡേറ്റ ടൈപ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭാവിയിൽ എറർ വരുന്ന ഒരു ചാൻസ് അവിടെ ഉണ്ടാവുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു നെയിം ആണ് എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ നെയിം ആണ് അസൈൻ ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നെയിമിന്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമ്മൾ നെയിം എപ്പോഴും കൊടുക്കുമ്പോൾ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതിന് പകരം അവിടെ നമ്പറിനുള്ള ഡേറ്റ ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ അതവിടെ എറർ സംഭവിക്കുന്നതായിരിക്കും. അത് പിന്നീട് നമുക്കൊരു തലവേദന തന്നെ ആവാൻ വഴിയുണ്ട്. ഓക്കെ, മെയിൻലി ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ ടൈപ്പ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് ഭാവിയിൽ അത് പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ എന്തൊക്കെ തരം ഡാറ്റ ടൈപ്സ് ഉണ്ട്? അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ഡാറ്റ ടൈപ്സ് മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട് സി ഷാർപ്പിൽ. അതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് തരം ഡാറ്റ ടൈപ്സ് ആയിരിക്കും. അത് വാല്യൂ ടൈപ്സും റെഫറൻസ് ടൈപ്പും ആണ്. വാല്യൂ ടൈപ്പും റെഫറൻസ് ടൈപ്പും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ മൂന്നാമതൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, അത് പോയിന്റർ ഡാറ്റ ടൈപ്പ് ആണ്. ഈ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. നമ്മൾ പിന്നീടുള്ള സെഷനിൽ നമ്മൾ അത് കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, മെയിൻലി ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു വാല്യൂ ടൈപ്സ് ആൻഡ് റെഫറൻസ് ടൈപ്പ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ബാക്കി ഇപ്പൊ നമ്മൾ ആദ്യം നമ്മൾ വാല്യൂ ഡേറ്റ ടൈപ്പ് ആയിരിക്കും നമ്മൾ കവർ ചെയ്ത് പോവുക. അത് കഴിഞ്ഞ് പിന്നീട് ഈ പറയുന്ന റെഫറൻസ് ടൈപ്പും പിന്നീട് പോയിന്റർ ടൈപ്പും നമ്മൾ പഠിക്കും. ഓക്കെ, ഏതൊക്കെ തരം ഡേറ്റ ടൈപ്സ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള? ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ബൂളിയൻ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ബൂളിയൻ ടൈപ്പ് ഒരു ഡേറ്റ ടൈപ്പ് ആണ്. സോ ബൂളിയൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ബൂളിയൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻ നമുക്ക് പല സമയത്ത് ഉപയോഗിക്കേണ്ടി വരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ്, ഓക്കെ, നിങ്ങൾക്ക് ഡു യു വാണ്ട് ടു എക്സിറ്റ് എക്സിറ്റ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് യെസ് ഓർ നോ കാണുമല്ലോ. അതുപോലെ തന്നെയാണ് ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പോ നമ്മുടെ പ്രോഗ്രാമിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്ട്രിംഗ് ഫസ്റ്റ് നെയിം. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ സ്ട്രിങ്ങിന് പകരം ഇവിടെ ഇൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ കമന്റ് ചെയ്തിടാണ്. ബൂളിയൻ. ബൂളിയൻ ബൂളിയൻ എപ്പോഴും ബൂൾ എന്ന് പറയുന്ന കീവേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ബൂളിയൻ ചെക്ക്. ഇവിടെ നമുക്ക് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എററും വരില്ല. പകരം ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് കൊടുത്താൽ എറർ വരില്ല, കാരണം ട്രൂ ഓർ ഫോൾസ് ആണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ ഇവിടെ ഒരു 1 കൊടുക്കുവാണ് അല്ലെങ്കിൽ 2 കൊടുക്കുവാണ്, അവിടെ എറർ വരും. ഓക്കെ, നമ്പർ കൊടുക്കാൻ പാടില്ല. സ്ട്രിങ് കൊടുക്കാൻ പാടുണ്ടോ? സ്ട്രിങ് കൊടുക്കാനും പാടില്ല. ബൂളിയന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൂ ഓർ ഫോൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുക. ഓക്കെ, സോ ഇതാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്റഗ്രൽ ടൈപ്സ്. ഓക്കെ, ഇന്റഗ്രൽ ടൈപ്പ് ഈ പറയുന്ന പോലെ എസ് ബൈറ്റ് ഇന്റ് ലോങ് ഇത് മാത്രമല്ല. ഈ പറയുന്ന നമ്മൾക്ക് നമ്മുടെ സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ഡാറ്റ ടൈപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ എൻ്റെ PPT കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന്റെ റേഞ്ച് എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇതാണ് സി ഷാർപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റഗ്രൽ ടൈപ്സ്. ഓക്കെ, ഫസ്റ്റ് എസ് ബൈറ്റ് ഉണ്ട്, ബൈറ്റ്, ഷോർട്ട്, യു ഷോർട്ട്, ഇന്റ്, യു ഇന്റ് ലോങ്, യു ലോങ്, എൻ ഇന്റ്, യു ഇന്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കൂടുതൽ നമ്മൾ നമ്മുടെ സിനാരിയോയിൽ നമ്മൾ ഇന്റ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ലോങ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഓരോ റേഞ്ച് ഉണ്ട്. ഓക്കെ, ഓരോ കീവേഡ് ഇല്ലെങ്കിൽ ഓരോ ടൈപ്പിനും, അതായത് നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ ടൈപ്സിൽ വരുന്നതാണ് ഈ ഇത്രയും പറയുന്ന ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഇന്റഗ്രൽ ഡാറ്റ ടൈപ്പിനുള്ളിൽ വരുന്ന ഈ പറയുന്ന കീവേഡ് അല്ലെങ്കിൽ സി ഷാർപ്പ് ടൈപ്പ് ആണ് ഈ പറയുന്ന എസ് ബൈറ്റ് ഇതെല്ലാം. ഓക്കെ,
ബൂളിയന്റെ കാര്യത്തിലായിരുന്നെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആണ് നമ്മൾ അതാണ് വരിക വാല്യൂസ് ആയിട്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ടൈപ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നമ്പേഴ്സ് ആണ്, അത് സ്പെസിഫൈ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും എസ് ബൈറ്റ് എന്താണ്, അതിന്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ സൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ S/2 കൊടുക്കുക. S/2 കൊടുത്തിട്ട് ഇതിന്റെ റേഞ്ച് ഇവിടെ -128 to 127 ആണ് വരിക. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ ഒരു S/2 ജസ്റ്റ് റാൻഡം ആയിട്ടൊരു എ എന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സോ S/2 എ ഈക്വൽ ടു അതിന്റെ വാല്യൂസ് 127 വരെയാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഇപ്പോ -128 ഇവിടെ കൊടുക്കുന്നു. നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യുകയാണ്. കൺസോൾ ഓക്കെ, number is okay, so റൺ ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ S/2 ഡിക്ലെയർ ചെയ്തു, അതിന് വാല്യൂ ഇട്ട് കൊടുത്തു. -128 to 127 ആണ് അതിന്റെ റേഞ്ച്. ഓക്കെ, അതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ -128 തൊട്ട് 127 വരെ ഏത് വാല്യൂസും അതിന്റെ അകത്ത് പോകും. 127 കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ 128 ഇട്ട് കൊടുക്കുകയാണ്, അപ്പൊ അവിടെ എറർ വരും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. സോ അതേസമയം 129 ഇട്ട് കൊടുക്കുക. നോക്കൂ, അവിടെ എറർ ഓൾറെഡി വന്നു, നമുക്കിവിടെ എറർ കാണിക്കുന്നുണ്ട്. സി ഷോയിങ് എറർ എന്താണെന്ന് വെച്ചാൽ 128 cannot be converted to a S/byte. ഓക്കെ, അതേസമയം 129 അത് എറർ കാണിക്കും. കാരണം -128 to 127 ആണ് S/byte റേഞ്ച്. അതേ കാര്യത്തിൽ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന റേഞ്ചസ് ഒക്കെ വരുന്നത്. കാരണം അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഓക്കെ ഇതാണ് യൂസർ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, ഇല്ലെങ്കിൽ 127 എന്ന് പറയുന്നതാണ് ഇതിന്റെ ലിമിറ്റ്, ഇല്ലെങ്കിൽ 0 തൊട്ട് 255 വരെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന യൂസറിന് ലിമിറ്റ്, ഇല്ലെങ്കിൽ ഇത്രയും വരെ പാടുള്ളൂ എന്നുള്ള കേസിലാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഡേറ്റ ടൈപ്പ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ വരും, അപ്പൊ അത് വർക്ക് ആവൂല. ഓക്കെ, സോ ആ കേസിൽ ആ സിനോറിയോയിൽ നമ്മൾ അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മെമ്മറി ഒക്കെ സേവ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, സോ ഇതേ കേസ് തന്നെയായിരിക്കും ഇവിടെയും വരിക. ഓക്കെ, ഇതേ സമയം നമുക്കൊരു ഇൻറ്റും കൂടെ എടുത്ത് നോക്കാം. ഇല്ലെങ്കിൽ ഇന്റിന്റെ കേസിലും ഇതേ കാര്യം തന്നെയാണ് നടക്കാൻ പോവുക. ഇനി വേറൊരു കാര്യം കാണിക്കാന്ന് വെച്ചാൽ, ഇതിന്റെ നമുക്കിപ്പോ എപ്പോഴും സൈറ്റിൽ നോക്കി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ലേസി ആണെന്നുണ്ടെങ്കിൽ മിനിമം വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പൊ ഇന്റിന്റെ മിനിമം വാല്യൂ നമുക്ക് മനസ്സിലാവും. എപ്പോഴും നമുക്കിത് ഹാർഡ് കോഡ് അല്ലെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കി വെക്കാൻ പാടുണ്ടായിരിക്കും. ഇത്രയും വാല്യൂസ് ഒക്കെ നമുക്ക് മൈൻഡിൽ ഇത് ആക്കി വെക്കാൻ പാടുണ്ടായിരിക്കും. ആ സമയത്ത് ഇന്റ് ഡോട്ട് മിനിമം വാല്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഇത് റൺ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളപ്പോ ഇൻ ഡോട്ട് മിനിമം വാല്യൂ അവിടെ വരും. അതേ സമയത്ത് മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് മിനിമം വാല്യൂ 2147. സെയിം തിങ്. അതേ സമയത്ത് മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മാക്സിമം വാല്യൂ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു ഡോട്ട് മിനിമം വാല്യൂന് പകരം ഇൻറ്റു ഡോട്ട് മാക്സിമം വാല്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ മാക്സിമം വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്റഗ്രൽ ടൈപ്സ്. ഇന്റഗ്രൽ ടൈപ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഈ പറയുന്ന ഡാറ്റ ടൈപ്സ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സിനുള്ളിലാണ് S/byte, ബൈറ്റ്, ഷോർട്ട്, യു ഷോർട്ട്, ഇന്റ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സൈൻഡ് ഇതൊക്കെ ഒന്നും കൺഫ്യൂഷൻ ആവണ്ട. സൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസും വരാം പോസിറ്റീവും വരാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ -128 to 127. ഓക്കെ, മൈനസ് വാല്യൂസും വരുന്നുണ്ട്, അതേസമയം
പ്ലസ് വാല്യൂസും വരുന്നുണ്ട്. ഇവിടെ അൺസൈൻഡിന്റെ കാര്യത്തിലാണെങ്കിൽ അൺസൈൻഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇന്ത്യന്റെ കാര്യത്തിലാണെങ്കിൽ സൈൻഡ് ആണ്. ഓക്കെ, ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ് വരുന്നുണ്ട്. അത്രേ ഉള്ളൂ ഇന്റഗ്രൽ ടൈപ്സിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇനിയുള്ള ഫ്ലോട്ടിംഗ് ടൈപ്സ് ആണ്. ഫ്ലോട്ടിംഗ് ടൈപ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു പോയിന്റ് വാല്യൂസ് ഇവിടെ വരുന്നില്ല അല്ലെ? സാധാ വാല്യൂസ് വരുന്നുണ്ട്, പക്ഷെ ഒരു പോയിന്റ് വാല്യൂസ് വരുന്നില്ല. ആ പോയിന്റ് വാല്യൂസ് ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മൾ ഫ്ലോട്ടിന്റെയും ഡബിളിന്റെയും ആവശ്യം വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നു. ഫ്ലോട്ടിന്റെ കൂടെ വാല്യൂ, ഓക്കെ, വാല്യൂ ഈക്വൽ ടു 3.4. നമ്മളെപ്പോഴും ഫ്ലോട്ട് കൊടുക്കുമ്പോൾ ഈ എഫും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോ 3.4f ഫ്ലോട്ട് വാല്യൂ വാല്യൂ എന്നാണ് ആ വേരിയബിളിന്റെ നെയിം. വേരിയബിൾ നെയിം വാല്യൂ എന്നാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ് ഫ്ലോട്ട് വാല്യൂസ് 3.4. നമ്മളിവിടെ കോഡ് ചെയ്യുന്ന സമയത്ത് 3.4f എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ 3.4 റൗണ്ട് വാല്യൂസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഫ്ലോട്ടും ഡബിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ റിസൾട്ട് വരുന്നു. ഓക്കെ, നമ്മളവിടെ കൊടുത്ത പോയിന്റ് വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഡബിൾ ഉപയോഗിക്കുക. ഡബിളും കുറച്ചുകൂടെ പ്രിസൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡബിൾ വാല്യൂ. അപ്പോൾ ഇവിടെ എഫ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, റൺ ചെയ്തു, നമുക്ക് വാല്യൂസ് കിട്ടി. ഇനി വേറൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട് ഇതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലേ, ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വാല്യൂസ് വരുന്ന ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡെസിമൽ വാല്യൂസ്. ഓക്കെ, കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേസമയം ഈ പറയുന്ന പോലെ അതിൽ രണ്ടും പോകും. ഓക്കെ, ഫ്ലോട്ടിന്റെ ഒക്കെ കാര്യത്തിൽ അല്ല, ഡബിളിന്റെ കാര്യത്തിലല്ല, ഡെസിമലിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഡെസിമൽ വാല്യൂല് ഇത് പോകും. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഈ ഇന്റീജറിൽ ഈ പോയിന്റ് വാല്യൂസ് അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ 0.3 ഇട്ട് കൊടുത്താൽ എറർ വരും. പക്ഷെ അതേസമയം ഡെസിമലിന്റെയോ അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻ ടൈപ്സ് വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എററും വരുന്നില്ല. ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ലിറ്ററലി ഓഫ് ടൈപ്പ് ഡബിൾ cannot be implicitly converted to use an m suffix to create a literal of this type. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഡെസിമൽ ടൈപ്സ് നമ്മൾ ഡെസിമൽ വാല്യൂസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ മാറി കിട്ടും. നമുക്ക് എററൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ ഫ്ലോട്ട് വാല്യൂ അല്ല, ഡെസിമൽ വാല്യൂ. ഓക്കെ, സോ നമ്മൾ റൗണ്ടഡ് വാല്യൂസ് നമ്മൾ ഏത് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കണം നമുക്ക് മനസ്സിലായി. ഫ്ലോട്ട്, ഡബിൾ, ഈ പറയുന്ന പോലെ ഡെസിമൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലോട്ട് ഉപയോഗിക്കുന്ന എഫ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കണം അതിന്റെ കൂടെ. അതുപോലെ തന്നെ ഡെസിമലിന്റെ കൂടെ എം കൊടുക്കുന്നതാണ്. പിന്നെ ഉള്ളത് സ്ട്രിംഗ് ടൈപ്പ് ആണ്. സ്ട്രിംഗ് ടൈപ്പ് നമ്മൾ പിന്നീടുള്ള ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാം. അതിൻ്റെ അകത്ത് സ്ട്രിംഗ് ടൈപ്സിന്റെ അകത്ത് നമുക്ക് പല ഇപ്പൊ കൺകാറ്റിനേഷൻ പോലെ ഉള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്ന കുറച്ച് ഒരു ടേം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോർഷൻ ഉണ്ട്. നമ്മൾ അത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ലേൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഡാറ്റ ടൈപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഭാവിയിൽ എറർ ഉണ്ടാവും. കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നമ്മൾ ഇന്ന് ലേൺ ചെയ്തു. ഓക്കെ, മെയിൻ ആയിട്ട് ഡാറ്റ ടൈപ്സ് നമ്മൾ 3
മൂന്നെണ്ണമായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് വാല്യൂ ടൈപ്പ്, രണ്ടാമത്തത് റെഫറൻസ് ടൈപ്പ്, പിന്നെ പോയിന്റർ ടൈപ്പ്. ഓക്കെ, ഈ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഈ മൂന്നെണ്ണത്തിൽ വരുന്നതാണ് ഈ മൂന്നെണ്ണത്തിലും ഇതിൽ ഫസ്റ്റ് ഇവിടെ നമ്മൾ ലേൺ ചെയ്തിരിക്കുന്നത് വാല്യൂ ടൈപ്സിലാണ്. ഓക്കെ, വാല്യൂ ടൈപ്പിൽ വരുന്നതായിരിക്കും ഇന്റഗ്രൽ ടൈപ്പ്, ഈ പറയുന്ന കാര്യമല്ല ഈ വാല്യൂ ടൈപ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. റെഫറൻസ് ടൈപ്പിൽ കൂടുതലും ക്ലാസ്, സ്ട്രിങ് ഇതൊക്കെ ആയിരിക്കും റെഫറൻസ് ടൈപ്പിൽ പോകുന്നത്. പോയിന്റർ ടൈപ്പിൽ പോയിന്റേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡാറ്റ ടൈപ്പ് എങ്ങനെ ചൂസ് ചെയ്യാന്ന് പഠിച്ചു. സോ നെക്സ്റ്റ് സെഷൻ നമ്മൾ സ്ട്രിംഗ് ടൈപ്പിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് ലേൺ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.